അല്പം മുമ്പാണ് നാവികസേനയുടെ ഭാഗത്ത് ഒരു ദൃശ്യം വന്ന് ലക്ഷ്യം തകർക്കാൻ പായുന്ന മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിന് പിന്നാലെ മറ്റൊരു വിവരമുള്ളത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമയാന അതിർത്തി ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചേക്കും എന്ന വിവരമാണ്. 2019 പുൽവാമയ്ക്ക് ശേഷം സമാനമായ നിരോധനം പാകിസ്ഥാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരം അവിടെ നിന്ന് വരുന്നുണ്ട്. പാകിസ്ഥാന്റെ സുരക്ഷാ സമിതി യോഗവും പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നടപടികൾക്ക് പ്രതിരോധ നീക്കങ്ങൾ വിലയിരുത്താനാണ് ഈ യോഗം ചേരുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ വിവരം കൂടി വരുന്നത്. പി ബസന്താണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബസന്ത്, പാകിസ്ഥാന്റെ നീക്കങ്ങൾ ഏത് തരത്തിലാണ് എന്നത് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ടോ? പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ സമിതി യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സൈനിക സിവിൽ മേധാവികളെല്ലാവരും തന്നെ ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരമനുസരിച്ച് ഇന്ത്യയുടെ നടപടികൾക്ക് തിരിച്ചടി നൽകുന്ന ചില നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവും. പാക് വ്യോമാതിർത്തി ഇന്ത്യൻ വിമാനങ്ങൾക്ക് അടയ്ക്കുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 2019 പുൽവാമ സംഭവത്തിന് ശേഷവും സമാനമായ തരത്തിൽ പാക് വ്യോമാതിർത്തി അടച്ചിരുന്നു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പറക്കുന്നതിന് സമാനമായ തരത്തിലുള്ള ഒരു നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് ഇന്ത്യയുടെ വാണിജ്യ വിമാനങ്ങൾക്ക് പാക് വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിന് അവസരം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം മിക്കവാറും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇന്ത്യ എടുത്തിട്ടുള്ള കടുത്ത നടപടികൾക്ക് ബദലായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇത്തരം നടപടികൾ ആലോചിക്കുന്നത്. നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും ഇത്തരം പ്രകോപനങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യത്തിന് എതിരായ നീക്കങ്ങൾ ഒരു ഘട്ടത്തിലും വിജയിപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാന്റെ സ്പോൺസേഡ് ഭീകരവാദം പല ഘട്ടങ്ങളിലും നമുക്ക് തലവേദന ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും തലവേദന ആകുന്നുണ്ട് എങ്കിലും അത്തരം നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള കരുത്ത് നമ്മുടെ രാജ്യം എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ കരുത്ത് നമ്മുടെ രാജ്യത്തിനുമുണ്ട്. അത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന. അർജുൻ പീതാംബരൻ കൂടി തുടർന്ന് അർജുൻ, ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചും 2019 പുൽവാമയ്ക്ക് ശേഷം സമാനമായ നിരോധനം പാകിസ്ഥാൻ ഏർപ്പെടുത്തുന്നു. അതിനിടയിൽ പാകിസ്ഥാന്റെ സുരക്ഷാ സമിതി അവിടെ യോഗം ചേരുന്നുമുണ്ട്. സ്വാഭാവികമാണല്ലോ, നമ്മുടെ രാജ്യം ഏത് തരത്തിൽ തിരിച്ചടിക്കും പ്രതിരോധിക്കും എന്ന കാര്യത്തിൽ അവർക്ക് അങ്കലാപ്പുണ്ടാകും എന്നത് വളരെ പ്രധാനമാണ്. നയതന്ത്ര തലത്തിലും നമ്മൾ തിരിച്ചടിക്ക് തയ്യാറായി നിൽക്കുന്നു. അതിനിടെയാണ് ഈ കടലിൽ അഭ്യാസം നടത്തുന്ന ഇന്ത്യൻ നാവികസേനയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത്. അതിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ്? രതീഷ്, തീർച്ചയായും ഈ പാകിസ്ഥാൻ ആകെ ഒരു പ്രതിരോധത്തിലായി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും നയതന്ത്ര തലത്തിൽ ഇതിനോടകം തന്നെ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഇനി സൈനിക തലത്തിൽ എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം പാകിസ്ഥാൻ വളരെ ഭയത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ഭയക്കുന്നില്ല എന്ന് ധരിപ്പിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ അവർ ഒരു പരിശീലനം കറാച്ചി തീരത്ത് നടത്തുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കൂടുതൽ നാവികസേന വിന്യാസ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി സർവ്വസജ്ജമായി നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സ്ഥലം, ഈ പരിശീലനം നടക്കുന്ന സ്ഥലം ഏതാണ് എന്നുള്ള കാര്യം ഇന്ത്യൻ നേവി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അത് കൃത്യമായിട്ടുള്ള സൈനിക നടപടികളുടെ ഭാഗമായിട്ട് അങ്ങനെ സാധാരണഗതിയിൽ ഇന്ത്യ അങ്ങനെ പുറത്തുവിടാറില്ല. പക്ഷേ കൃത്യമായി ഇന്ത്യ ഒരു തിരിച്ചടി നൽകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് ഈ INS സൂറത്തിൽ നിന്നും ഈ മിസൈൽ വിക്ഷേപിക്കുന്ന ഈ ദൃശ്യങ്ങൾ. INS സൂറത്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഡിസ്ട്രോയൽ കപ്പലാണ്. മാത്രമല്ല ഈ അടുത്തായി നിരന്തരം മ്യാൻമറിൽ ഉള്ള രക്ഷാദൗത്യ ദൗത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കപ്പൽ കൂടിയാണ് INS സൂറത്ത് എന്ന് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കുന്ന ഒരു കാര്യം, This milestone is a testament to the Indian Navy's unwavering commitment to safeguarding the nation's maritime interest and its dedication to Atmanirbhar Bharat എന്നാണ്. ഇന്ത്യയുടെ സമുദ്രാതിർത്തി കാക്കാൻ വേണ്ടി സർവ്വസജ്ജമായി ഇന്ത്യയുടെ നാവികസേന നിൽക്കുകയാണ്, തയ്യാറെടുക്കുകയാണ്. മാത്രമല്ല കൂടുതൽ സേനാ വിന്യാസം, അത് നാവികസേനയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കരസേന, വ്യോമസേന, ഇതെല്ലാം കൃത്യമായും പാക് അതിർത്തി ലക്ഷ്യം വെച്ച് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിന്യാസങ്ങൾ ഈ ഭാഗത്തെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. നിശ്ചിത ദൂരത്തെ ലക്ഷ്യം കൃത്യമായി ഭേദിക്കാൻ സാധിക്കുന്ന മിസൈൽ വിക്ഷേപിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ടിരിക്കുന്നത്. അതും INS സൂറത്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഡിസ്ട്രോയൽ കപ്പലാണ് എന്നുള്ളത് ആ പ്രാധാന്യം വീണ്ടും വർദ്ധിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇന്ത്യ ഒരുങ്ങുകയാണ് മറ്റൊരു പ്രതിരോധം നൽകാൻ, അല്ലെങ്കിൽ വീണ്ടും വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണല്ലോ. പാകിസ്ഥാൻ അവിടെ ചില പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നു, മിസൈൽ പരീക്ഷണമാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതിന് പിന്നാലെയാണ് മിസൈലുകളെ ഭേദിക്കാൻ ശേഷിയുള്ള INS സൂറത്ത് എന്ന നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച കപ്പൽ INS സൂറത്തിൽ നിന്ന് ഈ
ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. വിശാഖപട്ടണത്ത് നിർമ്മിച്ച കപ്പൽ 2022 ഈ കപ്പൽ ലോഞ്ച് ചെയ്തത്. കമ്മീഷൻ ചെയ്ത് 2025 ഹോം പോർട്ട് മുംബൈയാണ്. അങ്ങനെ ഈ INS സൂറത്തിന്റെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കരുത്തോടുകൂടി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സൈനിക ശേഷിയുടെ ഭാഗം കൂടിയാണ് INS സൂറത്ത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാവികസേന പങ്കുവയ്ക്കുന്നത്. മിസൈൽ പരീക്ഷണം പാകിസ്ഥാൻ നടത്താൻ പോകുന്നു എന്ന തരത്തിലൊക്കെ പല റിപ്പോർട്ടുകളുണ്ട്. അക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണമൊക്കെ പിന്നീട് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പലവിധ റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് നമ്മുടെ നാവികസേന ശക്തി പ്രകടമാക്കിക്കൊണ്ട് INS സൂറത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ലക്ഷ്യം തകർക്കാൻ പായുന്ന മീഡിയം റേഞ്ച് മിസൈൽ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനിടയിൽ മറ്റൊരു വിവരം കൂടി, എല്ലാ മേഖലകളിലും പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് നമ്മുടെ ഒരു സമീപനം.